ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ദിവസമാണ്. നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നടന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, രാവിലെ ആയപ്പോൾ ടോയ്ലറ്റിൽ പോകാനായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ രാവിലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് വന്ന അനുമോള് തിരികെ പോവാണ്ട് അവിടെ തന്നെ നിന്ന് പല്ല് തേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അനീഷ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ വന്നിട്ട് ഇത് ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് തെറ്റാണ് അനുമോളെ, ബിഗ് ബോസ് ഒരിക്കലും ഇവിടെ വന്ന് പല്ല് തേക്കാനോ മറ്റു ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടോയ്ലറ്റിൽ പോവാൻ മാത്രമാണ് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ അനീഷ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേട്ടപ്പോൾ തന്നെ അനുമോൾ പറയണത്, എൻ്റെ മുന്നിൽ നിന്ന് പോയേ, ദേഷ്യം വരുന്നുണ്ട് എനിക്കുണ്ട്, ഇയാൾക്കെന്താ, നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ അനീഷിൻ്റെതായിട്ടുള്ള രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുമോൾ വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു, താൻ തൻ്റെ പാട് നോക്കിപ്പോ, താൻ ആരാ പറയാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ അനുമോളും. എന്നാൽ കൂടെയുള്ളവർ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ അവരിത് കേട്ടിട്ട് അനുമോളെ ജസ്റ്റ് നീ ഒന്ന് ബിഗ് ബോസിനെ വിളിച്ച് ഒന്ന് ചോദിച്ച് നോക്ക്, ഇത് തെറ്റാണോ, ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള കാര്യം. അങ്ങനെ പോലും അവരാരും മിണ്ടുന്നില്ല, ആരും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അനീഷാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഉള്ളവരാരും തന്നെ ഇത് പറയുന്നതുമില്ല. അനുമോൾക്കൊടുവിൽ ദേഷ്യം വരികയാണ്. അനുമോൾ അവസാനം കുപ്പി വലിച്ചെടുത്തിട്ട് പറയുന്നത്, തൻ്റെ മണ്ട ഞാൻ അടിച്ച് കീറും എന്നും പറഞ്ഞിട്ട് കുപ്പി വലിച്ചെടുക്കുകയാണ്. അതേസമയം ഇന്നലെ ജയിലിനുള്ളിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന കോല് വലിച്ചെടുത്തിട്ട് തലയ്ക്കടിച്ച് തരും, തന്നെ തലയ്ക്കടിച്ച് കൊന്ന് ജയിലിൽ പോവും, ഇതിപ്പോൾ ഈ ഒരു വീട്ടിനകത്തായി പോയതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇന്നലെയും വളരെയധികം വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പാണിയും ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനും ഇതുപോലെ ടോയ്ലറ്റിൽ പോകാനെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ കയറി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തലമുടിയൊക്കെ ചീകി ഒതുക്കി പുള്ളിക്കാരൻ പിന്നീടാണ് വീട്ടിനകത്തേക്ക് പോയത്, ജയിലിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിലുള്ള മത്സരാർത്ഥികളെ പോലെ അഹങ്കാരം പിടിച്ചത് ഇതിനു മുമ്പുള്ള സീസണിൽ ഇത്രയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ബിഗ് ബോസിന് മീതെയാണ് ഇവരൊക്കെ സഞ്ചരിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നത് ഇവരാരും കേൾക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. ശരിക്കും ഇത് വളരെ വലിയ തെറ്റ് തന്നെയാണ്, അച്ചടക്ക ലംഘനം തന്നെയാണ്. ഇതിന് നല്ല പണിഷ്മെന്റ് ഇവർക്ക് കൊടുക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിന്നി സെബാസ്റ്റ്യൻ്റെ കാര്യം എടുത്താലും ജിസേലിൻ്റെ കാര്യം എടുത്താലും ഇതുപോലെ മറ്റ് പല മത്സരാർത്ഥികളും അവരുടെ മേക്കപ്പ് സാധനങ്ങൾ, ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് പലതവണ അത് പറഞ്ഞതാണ്, മേക്കപ്പ് സാധനങ്ങൾ ആരും യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നും കേൾക്കാണ്ട് ഇപ്പോൾ ജിസേലിൻ്റെ ലിപ്സ്റ്റിക്കും സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റി ആ ഒരു മൈക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല മുഖത്ത് തേക്കുന്ന ക്രീം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബിന്നിയും മുഖത്തൊക്കെ ക്രീം സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന അനുമോൾ ആണെങ്കിൽ പോലും പല്ലൊക്കെ തേച്ചിട്ട് പിന്നീട് ജയിലിലേക്ക് വരുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് ജയിലിൽ പോലും പോയി കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഇതിനൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കണം. കാരണം ബിഗ് ബോസിനേക്കാളും വലിയ ആളായിട്ട് അവരവിടെ അങ്ങനെ വാഴുന്നത് ശരിയല്ല. ഓരോ മത്സരാർത്ഥികളും അവിടുത്തെ റൂൾസ് അനുസരിച്ച് ചിട്ടയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇത് വരുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് ആണ്. ഇത് എൻ്റെ വീട്ടിലല്ല ഞാൻ താമസിക്കുന്നത് എന്നൊരു ബോധം ഈ മത്സരാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടതല്ലേ. ഇവര് വിൻ ചെയ്താലും ഇല്ലെങ്കിലും അവിടെ നിൽക്കുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ദിവസം ഇത്ര രൂപ വെച്ചിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരെന്തുകൊണ്ട് അവിടുത്തെ റൂൾസുകളും കാര്യങ്ങളും ഒന്നും അനുസരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല? അതാണ് പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജയിലിൽ ചാടിയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. ഞാൻ ഇന്നലത്തെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ അക്ബർ ആണെങ്കിൽ ജയിൽ പൂട്ടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തുണി വെച്ച് ചുറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രിയിൽ തന്നെ ഈ അനുമോളും
അതുപോലെ തന്നെ അപ്പാണിയും കൂടി ജയിലിൽ ചാടിയിട്ടുണ്ടായിരുന്നു. കിച്ചണിലൊക്കെ ഇഴഞ്ഞു നടക്കുന്നതൊക്കെ കണ്ടു. ഇവരുടെ പിന്നാലെ അത് വളരെ രസകരമായിട്ട് തോന്നി. പിന്നെ അതുപോലെ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനീഷും അവിടെ കുറേ കഷ്ടപ്പെട്ടു ഓടി നടന്നു. പിന്നീട് കണ്ടതെന്ന് പറഞ്ഞാൽ അനീഷ് ഇവരെ കണ്ടുപിടിച്ചു, പിന്നീട് ഇവരെ ജയിലിലാക്കി, പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് കണ്ടതെന്ന് പറഞ്ഞാൽ അനീഷ് തന്നെ പോയി ജയിലിനകത്തിരുന്നു ഇവരെ പുറത്ത് പോയ സമയത്തിന്. അപ്പോൾ അവർ തന്നെ വന്നിട്ട് അനീഷിനെ ജയിലിലിട്ട് കുറേ നേരം ചാവി ഇല്ലാത്തത് കൊണ്ട് എന്നെ കെട്ടി അവിടെ പൂട്ടിയിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് എന്നെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നു അനീഷ് വളരെ മെമ്മറി ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അനീഷിന് അറിയാം അനീഷ് ജയിലിനകത്ത് കയറിയിരുന്ന ഇവർ അനീഷിനെ അവിടെ ഇട്ട് പൂട്ടുമെന്ന്. അപ്പോൾ എന്തായാലും അത് വളരെ മനോഹരമായിട്ട് തോന്നി. കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ അനീഷ് നമ്പർ 1 എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ചൊറിയുന്ന കാര്യത്തിൽ അതിലേറെ നമ്പർ 1. പലർക്കും ഈ ചൊറിച്ചിലാണ് സഹിക്കാൻ വയ്യാത്തത്. ഒന്നോർത്ത് നോക്കൂ, അവിടെ ഈ അനീഷിനെ പോലുള്ള ഒരു മത്സരാർത്ഥി ഇല്ലായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ പിന്നീട് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവിടെ നമ്മുടെ അക്ബറിൻ്റെ പാട്ടും അതുപോലെ നമ്മുടെ മറ്റേ ആ കുട്ടിയുടെ പേരെന്താണ്, സരികയുടെ പാട്ട്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെടേണ്ട അവസ്ഥ വന്നേനെ. ശരിക്കും ഈ അനീഷ് എന്ന് പറയുന്ന ചൊറിയമ്പുഴു അവിടെ ഉള്ളതിൻ്റെ പേരിലാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഇങ്ങനെ അക്ബർ നടക്കുന്നത് കാണാം. ശരിക്കും പറയുകയാണെങ്കിൽ അക്ബർ അല്ല, അനീഷ്. എനിക്ക് എപ്പോഴും പേര് മാറിപ്പോകും കേട്ടോ. അപ്പോൾ വളരെ നല്ല മത്സരാർത്ഥിയാണ് അനീഷ്. പക്ഷേ അനീഷിൻ്റെ ഈ ഒരു രീതി അനീഷ് കുറച്ചൊന്നും മാറ്റി പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അനീഷ് ഇപ്പോൾ നിലവിൽ ആ വീട്ടുകാർക്കൊക്കെ അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷനിൽ വരാതെ അനീഷ് രക്ഷപ്പെട്ടു. പക്ഷേ കൂടുതലായിട്ട് ആളുകളെ വെറുപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നോമിനേഷനിൽ വരുന്ന സമയത്ത് അനീഷിന് വോട്ട് കിട്ടുന്ന കാര്യത്തിൽ തർക്കമാണ്. അപ്പോൾ വോട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പെട്ടെന്ന് പുറത്ത് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നത് നന്നായിരിക്കും. ചൊറിഞ്ഞോളൂ, മാന്തിക്കോളൂ, പക്ഷേ അതിനെല്ലാത്തിനും ഒരു മര്യാദ വേണം. എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചൊറിയുക, അല്ലാണ്ട് പണ്ടത്തതും പിന്നത്തതും വന്നപ്പോഴുണ്ടായിരുന്ന കാര്യവും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ശരിക്കും അനീഷാണെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന സമയം തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തൊരു കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ എന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ആളുകളെ വെറുപ്പിക്കാതെ പോവുകയാണെങ്കിൽ അനീഷിന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ് അനീഷ്. ഇതിനു മുമ്പ് നമ്മൾ പല വ്യക്തികളെയും കോമണർ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനീഷ് നന്നായിട്ട് ഗെയിം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരെയും മാക്സിമം ചൊറിഞ്ഞും മാന്തിയും തന്നെയാണ് പോകുന്നത്. പക്ഷേ അനീഷിൻ്റെ ഗെയിം എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അത്രയും ചൊറിയേണ്ട ആവശ്യമില്ല എന്നുകൂടി പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇനിയും തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലാലേട്ടൻ്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില സൂചനകളൊക്കെ തരുന്ന ഒരു പ്രൊമോ. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.